അവസാനം മഞ്ഞുരുകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും യുവജനങ്ങളും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ആ വലിയ സ്വപ്നം, അതെ, അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, കേരളം വീണ്ടും ഒരു പഴയ രാഷ്ട്രീയ നാടകത്തിന്റെ മണം പിടിക്കുകയാണ്. ഒരിക്കൽ ഉമ്മൻചാണ്ടിയെ അഭിഹിതം എന്ന വാക്കുകൊണ്ട് തെരുവിൽ വലിച്ചഴിച്ച് മാധ്യമ വിചാരണ നടത്തിയവർ ഇന്ന് അതേ സ്ക്രിപ്റ്റ് പുതിയ കുപ്പിയിൽ നിറച്ച് വീണ്ടും ഒരു യുവ നേതാവിന് ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് നേതാക്കന്മാർ ഇതുവരെ അനുവദിച്ചു കൊടുത്തോ? ഈ ചോദ്യം ഇന്ന് കേരളം മുഴുവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ CPM-ന് ഒരു കാര്യം മറന്നുപോയി. ഇത് പഴയ കേരളമല്ല എന്ന കാര്യം ജനങ്ങൾ ഇപ്പോൾ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ ടൈമിങ് വ്യക്തമായി നോക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് അവർ ശരിക്കും ഇപ്പോൾ തിരിച്ചറിയുന്നുമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രാഹുലിനെതിരെയുള്ള ആരോപണം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 102 സീറ്റുകൾ നൽകി കേരളം വീണ്ടും അതേ മറുപടി കൊടുത്തു. അപ്പോൾ ഇന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിക്കും കേട്ടോ? അല്ലെങ്കിൽ ഒരു യുവ നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ ആരെങ്കിലും സ്ക്രിപ്റ്റ് നിർമ്മിച്ചത് കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഭാവിക്കുകയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മീഡിയ ട്രയൽ വരെ, അല്ലെങ്കിൽ ഹൂ കേസ് മുതൽ സുപ്രീം കോർട്ട് ഒബ്സർവേഷൻ വരെ, അതുമല്ലെങ്കിൽ ഈ കേസിലെ ഓരോ കഷണവും ഇന്ന് വലിയ സംശയങ്ങൾ തന്നെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അപ്പാടെ മാറി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഉടൻ രാഹുലിനെ കേൾക്കും. അതിന് KC വേണുഗോപാൽ എന്ന MP മുൻകൈ എടുക്കുന്നു എന്നാണ് വാർത്തകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും രാഷ്ട്രീയം മാത്രമല്ല, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തീപ്പൊരി സത്യമാണ്. ആ സത്യം മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, മൂന്നാമതും CPM-ന് കേരളത്തിന്റെ ഭരണം വെട്ടിപ്പിടിച്ചെടുക്കുവാൻ, അതിനായി ഒരു യുവ നേതാവിന്റെ രക്തം ഊറ്റിക്കുടിക്കുവാൻ, അവന്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ എന്നേക്കുമായി ഇല്ലാതാക്കി തീർക്കുവാൻ, വലിയ ഗൂഢാലോചന ചെയ്ത് ചാരവൃത്തിക്കായി അവന്റെ ജീവിതം തകർക്കാൻ ഇറക്കിവിട്ട ഒരു യുവ നടിയുടെ യഥാർത്ഥ കള്ളക്കളിയുടെ രഹസ്യങ്ങൾ. ആ യുവനടിയെ സതീശൻ ഗവൺമെന്റ് നേതാക്കളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പാലക്കാട്ടെ വീട്ടമ്മമാർ അലമുറയിട്ട് പറയുന്ന വോയിസ് മെസ്സേജുകൾ, അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, കേരളം ഒരിക്കൽ ഇതേ നാടകം കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ രാഷ്ട്രീയമായി തകർക്കാൻ എങ്ങനെ അഭിഹിതം എന്ന വാക്ക് ആയുധമാക്കാമെന്ന് കേരളം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അന്ന് ലക്ഷ്യം ഉമ്മൻചാണ്ടിയായിരുന്നു. മീഡിയ ട്രയൽ, വ്യക്തിഹത്യ, മാനസിക പീഡനം, ഒരു കുടുംബത്തെ വരെ തകർക്കുന്ന ആക്രമണം. പക്ഷെ അവസാനം എന്തായി? ജനങ്ങളെല്ലാം കണ്ടു. കേരളം തന്നെ വിധി പറഞ്ഞു. അവിടെ നിന്നാണ് കേരളം ഒരു വലിയ സത്യം പഠിച്ചത്. ആരോപണം ഉയർത്തുന്നത് എളുപ്പമാണ്, പക്ഷേ സത്യം ഒടുവിൽ ജയിക്കും എന്ന വലിയ സത്യം. ഇനി അതേ ചർച്ച വീണ്ടും കേരളത്തിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ തുറന്ന് പറയാൻ തുടങ്ങി. ഇത് വെറും കേസ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയായിരുന്നു എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊന്നുമല്ല, എന്റെ ഭാഗം ആരും ശരിയായി ഇതുവരെ കേട്ടില്ല. ആ പരാതി ന്യായമല്ലേ? ജനാധിപത്യത്തിൽ ആരെയും കേൾക്കാൻ അല്ലെങ്കിൽ ആരെയും കേൾക്കാതെ വിധി പറയുമോ? പ്രത്യേകിച്ച് ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ ജീവിതവും ഭാവിയും ബാധിക്കുന്ന ഇത്തരം ഒരു വിഷയത്തിൽ അയാളെ കൂടി കേൾക്കേണ്ടത് അത്യാവശ്യമല്ലേ? അതാണ് ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ തുറന്നു ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടമ്മമാർ മുതൽ യുവാക്കൾ വരെ ഒരേ കാര്യം പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കൂ. പക്ഷേ എങ്ങനെ ഒരാളെ കേൾക്കാതെ ശിക്ഷിക്കാൻ സാധിക്കും?
പാലക്കാട്ടെ കുറച്ച് വീട്ടമ്മമാർ എനിക്ക് അയച്ചു തന്ന മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ് പാലക്കാട്ടുകാർ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ വോയിസിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു സ്ത്രീ അവളുടെ രംഗപ്രവേശം അത് കേരള ജനത ഒരാൾക്കും തൃപ്തിയല്ല, ഇഷ്ടമല്ല. ശത്രുക്കളുടെ ചാവറായിട്ട് പ്രവർത്തിക്കുന്ന, കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരം താഴ്ന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ അവിടെ വരേണ്ട ആവശ്യമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി അവിടെ വരേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ മനുഷ്യന് ഇനി ഒരു ചീത്ത ഉമ്മൻചാണ്ടി സർക്കാരിന് കേട്ടതുപോലെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് കേട്ട ചീത്തപ്പേരോ അപമാനമോ ദുഃഖമായ ജീവിതമോ ഇനി സംഭവിക്കാൻ കേരള ജനത അനുവദിക്കില്ല. അതുപോലെ യുവാവായിട്ടുള്ള ഏറ്റവും നല്ല കേരളം കണ്ടതിൽ ഏറ്റവും നല്ല നിസ്സാര സമയം കൊണ്ട് 1.5 വർഷം കൊണ്ട് പാലക്കാടിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ള ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള പുലിക്കുട്ടിയായിട്ടുള്ള ഒരു ജനനേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ മകൻ്റെ ജീവിതത്തിന് അടിവേരറുത്ത് പറിച്ചെറിഞ്ഞിട്ടുള്ള കുറച്ച് പെൺവർഗമുണ്ട്. ആ വർഗത്തിൻ്റെ പ്രവേശനം പോലെ ഇനി വരുത്തരുത്. ഇനി അതുപോലുള്ള ഒരു പെൺവർഗം വരണ്ട. പെൺവർഗം ഈ മറ്റുള്ള നേതാക്കന്മാരുടെ ജീവിതത്തിൽ ഇനി അവരുടെ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരുത്തിയും മെനക്കെട്ട് വരണ്ട. അത് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഞങ്ങൾ ധൈര്യമായി നേരിടും. അത് പറ്റില്ല. രാഹുലിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. രാഹുൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ആർക്കും ലോകത്തൊന്നും സംഭവിക്കാത്തല്ല സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം ഓരോരുത്തരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു, അതൊന്നുമില്ല. സത്യങ്ങളും കണ്ടതും പറയുന്നതിൽ ഒരു ചെറുപ്പക്കാരനെ ഒന്നോടെ അവൻ്റെ ഭാവി ജീവിതം ഇല്ലാതാക്കി. ആ കുട്ടിയെ ഏതെല്ലാം വിധത്തിൽ സ്ഥാനവും മാനവും എല്ലാം നഷ്ടപ്പെടുത്തി കണ്ണീരിൻ്റെ നടുക്കയത്തിൽ വിട്ട് ആ ദുഃഖം തീർത്താ തീരാത്ത ദുഃഖമാണ്. ആ അമ്മയുടെയും മകൻ്റെയും മാത്രമല്ല, അതുപോലെയുള്ള അമ്മമാരും സമൂഹങ്ങളുമാണ് ഞങ്ങളും. ആ ദുഃഖം ഞങ്ങൾക്ക് തീർത്താ തീരില്ല. ഇനി അങ്ങനെയുള്ള ഒരു അനുഭവം ഒരു നേതാക്കന്മാർക്കും വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. സന്തോഷപൂർവമായും നല്ല നിലയിലും ഞങ്ങൾക്ക് ഈ മന്ത്രിസഭയും കൊണ്ടുപോകണം. പക്ഷേ ഇത്തരം ചാവേറുകളെ രംഗപ്രവേശനം ചെയ്ത് അവരുടെ പേരുകൾ അപമാനപ്പെടുത്താനും അവരെ ദ്രോഹിക്കാനും അവരുടെ ഭാവി ജീവിതത്തിൽ കളങ്കം സംഭവിക്കാനും ഉമ്മൻചാണ്ടി സാറിനും രാഹുലിനും സംഭവിച്ച പോലെ ഇനി മറ്റൊരു വ്യക്തികൾക്കും സംഭവിക്കരുത്. നമ്മുടെ ബഹുമാനപ്പെട്ട CM ആണെങ്കിലും വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചാവേറുകളെ, ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെയും അടുപ്പിക്കരുത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായി ഈ പാലക്കാട്ടെ വീട്ടമ്മയുടെ ശബ്ദമൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വേദനയാണ്. എന്തെന്നില്ലാത്ത വലിയൊരു വേദന. അവർക്ക് ഒരു ഉൾഭയമുണ്ട്. അവർ പ്രത്യേകം പറയുന്നു, VD സതീശൻ സാറിന്റെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ VD സതീശൻ സാറിന്റെ MLA മാർക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിലുള്ള MLA മാർക്കോ മന്ത്രിമാർക്കോ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായ ചതി പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കുണ്ടായ ചതി പോലെയോ ചതികൾ സംഭവിക്കരുതേ എന്ന്. അതുകൊണ്ട് ചില ചാവോരുകളെ, ചില ചാരപ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ, അവരെ ഈ മന്ത്രിസഭയിൽ നിന്നും ഈ പുതിയ ആൾക്കാരിൽ നിന്നും മാറ്റി നിർത്തണമേ എന്ന് വലിയൊരു അപേക്ഷ. അത് തീർച്ചയായും അവരുടെ എക്സ്പീരിയൻസാണ്. അവർ കണ്ട ഈ രാഷ്ട്രീയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ച ആ ചതിയുടെ നേർവഴി അവർ കാട്ടിത്തരികയാണ്. ഇനി മറ്റൊരു വീട്ടമ്മ പറയുന്നതോട് നമുക്ക് ശ്രദ്ധിക്കാം. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നലെ സത്യപ്രതിജ്ഞയിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. കാരണം വളരെയധികം കഷ്ടപ്പെട്ട് 10-11 ദിവസം ജനങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളുടെയും എല്ലാ സ്ട്രഗ്ലിങ്ങിന്റെയും ഒടുവിലാണ് നമുക്ക് നല്ലൊരു CM-നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഭരണവും നല്ലൊരു
ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു 10 വർഷത്തെ ദുരിത ജീവിതത്തിൽ നിന്നും നല്ലൊരു ഭരണകർത്താവിനെയും നല്ലൊരു CM-നെയും നല്ലൊരു ഭരണവും കാത്തിരുന്ന ജനങ്ങൾക്ക് കിട്ടിയതാണ്. അതിനുവേണ്ടി 11 ദിവസക്കാലത്തോളം ജനങ്ങൾ ഒരുപാട് പരിശ്രമത്തിന്റെ അങ്ങേയറ്റമാണ് നല്ലൊരു CM-നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നിന്നും ഇനിയും വലിയ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാനും വലിയ വലിയ ചീത്തപ്പേരുകൾ ഉണ്ടാക്കാനും വലിയ വലിയ മാനക്കേടുകൾ ഉണ്ടാക്കാനും, കാരണം മരണപ്പെട്ടുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ മനുഷ്യൻ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ട് പോയ മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരാളുണ്ട്, നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതം ഒന്നുമല്ലാതാക്കി ഇന്ന് ആ വ്യക്തിക്ക് സ്ഥാനങ്ങളുമില്ല, മാനങ്ങളുമില്ല, ഒന്നുമില്ല, ഒരു കടുത്ത വേദനകളും അപമാനങ്ങളും മാത്രം നൽകിയ പല വ്യക്തികളും അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത്രയും ദിവസം ഒളിവിലിരുന്ന വ്യക്തികളെല്ലാം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് എന്താണ് ഇനിയത്തെ പുതിയ ഉദ്ദേശങ്ങൾ എന്നറിയില്ല. തെറ്റ് ആര് ചെയ്തോ അവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തവരെ നിയമം കണ്ടുപിടിക്കട്ടെ, അതിനുള്ള എല്ലാ തുടർ നടപടികളും ചെയ്യണം. ഒളിഞ്ഞിരിക്കുന്നവരെല്ലാം പുറത്തു കൊണ്ടുവരട്ടെ. എല്ലാവരും ആരാണോ തെറ്റ് അവർക്കുള്ള ഇതായിക്കോട്ടെ, നമ്മളത് പറയണ്ട. അപ്പോൾ എല്ലാ പുരുഷന്മാരുടെയും ജീവിതം നശിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പലരും ഇറങ്ങുമ്പോൾ, എക്സ്പെഷ്യലി പൊളിറ്റിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന പുരുഷന്മാരുടെ ജീവിതം ഒന്നുമല്ലാതാക്കാൻ വേണ്ടി ചിന്തിച്ചിറങ്ങുന്ന പല സ്ത്രീകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരിൽ നിന്ന് പുരുഷന്മാർ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സുഹൃത്തുക്കളെ, ഇവിടെ ഈ 2 വീട്ടമ്മമാരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്. അവർ മനസ്സിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വലിയ വേദനയാണ് അവർ പറയുന്നത്. അവർ നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഇപ്പോഴത്തെ VD സതീശൻ സാറിന്റെ മന്ത്രിസഭയിലുള്ളവരോടും അല്ലെങ്കിൽ UDF-ലെ MLA-മാരോടും അവർ നൽകുന്ന വലിയൊരു സന്ദേശം. ഇതുപോലുള്ള ചതിക്കുഴികൾ നിങ്ങളുടെ മുമ്പിലുമുണ്ട് എന്ന വലിയ സത്യം. അവർ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരും, അവർ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. പക്ഷേ ഒരിക്കലെങ്കിലും അവരുടെ വലയിൽ പെട്ടുപോയാൽ അത് നിങ്ങൾക്കൊരുക്കുന്ന വലിയ ചതിക്കുഴിയായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ 2 വീട്ടമ്മമാരും ഇവിടെ ഇപ്പം നൽകിയത്. അത് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ പറ്റിയ ചതി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് പറ്റിയ ചതിയുടെ അനുഭവം കൊണ്ടായിരിക്കാം. പക്ഷെ അവർ വീണ്ടും പറയുന്നു, 10 കൊല്ലത്തെ വലിയ നരകയാതനകളിൽ നിന്നും UDF-ന് ദൈവനാമത്തിൽ തന്ന ഒരു വലിയ പൊസിഷൻ, അത് ഇത്തരി അപസർവങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരി ചാരപ്പണിക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വനിതകളെ കൊണ്ട് നശിപ്പിക്കരുതേ എന്ന് വലിയൊരു യാചനയാണ് ഈ പാലക്കാട്ടെ വീട്ടമ്മമാർ നൽകുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ കേൾക്കട്ടെ. രാഹുലിന് പറയാനുള്ളത് അവർ ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ ചെയ്യട്ടെ. അതിനുശേഷം രാഹുലിന്റെ വശം കേരളത്തിലെ ജനങ്ങളും അറിയട്ടെ. ഇനി രാഹുൽ തെറ്റുകാരനാണെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇപ്പോൾ നല്ല ഒരു അവസരമാണുള്ളത്. ഇപ്പോൾ CPIM അല്ല ഭരിക്കുന്നത്, കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ UDF തന്നെ ഭരിക്കുന്നു. അപ്പോൾ കള്ളത്തരം ഒന്നും ഉണ്ടാകാതെ, ആരുടെയും പക്ഷം നിൽക്കാതെ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ. എവിടെയാണ് ഗൂഢാലോചന നടന്നതെന്നും ആരെ തകർക്കാനാണ് ഈ ചതികൾ ഒരുക്കിയെന്നും പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിക്കൊണ്ട് CPIM-ന് 3ാമതും കേരളത്തിന്റെ ഭരണം പിടിക്കാനുള്ള ഗൂഢതന്ത്രമായിരുന്നെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. അതിനായി ചാരപ്പണി ചെയ്യാൻ കപ്പം വാങ്ങിച്ചവരും കപ്പം കൊടുത്തവരും നിയമത്തിന് മുന്നിൽ വരണം. കാരണം അവിഹിത ആരോപണങ്ങളുടെയോ അല്ലെങ്കിൽ വ്യക്തിഹത്യയിലൂടെയോ അല്ല, സത്യം, ആശയം, വികസനം എന്നിവയിലൂടെ ആയിരിക്കണം ജനവിധി വരേണ്ടത് എന്ന വലിയ സന്ദേശം ഇപ്പോഴുള്ള നേതാക്കന്മാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും നൽകേണ്ടത് പുതിയ ഗവൺമെന്റിന്റെ വലിയ ഒരു ദൗത്യം തന്നെയാണ്. അവസാനമായി ഒരു കാര്യം മാത്രം പറയാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും രക്ഷിക്കരുത്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളെയും രാഷ്ട്രീയമായി കൊല്ലാൻ അനുവദിക്കരുത്. കാരണം ജനങ്ങളിന്ന് പഴയതുപോലെയല്ല.
അവരെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളം മുഴുവൻ ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കണമോ എന്നത്. തീർച്ചയായും കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുക്തി വരുത്തി പഴയതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്നുറപ്പ്. അതിന് കാലത്തിന്റെ കാവ്യനീതി പോലെ രാഹുലിനെ കേൾക്കാൻ നേതൃത്വം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കതിരും പതിരും തെളിയും. അതിനായി നമ്മൾക്ക് കാതോർത്തിരിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് അപേക്ഷിക്കട്ടെ. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ടെങ്കിൽ അതും ദയവായി കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി പരിശോധിക്കും, നിരീക്ഷിക്കും, ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും ഞങ്ങൾ വളരെ വ്യക്തമായ മറുപടി ഇവിടെ തന്നെ നൽകും എന്നും വിനിതമായി അറിയിക്കുന്നു. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.